ഹലോ കൂട്ടുകാരെ, വീട്ടിലിരുന്ന് തന്നെ മസിലൊക്കെ ഉണ്ടാക്കി ബോഡി ഫിറ്റാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണണം കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലിനും ചെയ്യേണ്ട വർക്കൗട്ടുകൾ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ഇതൊരു കംപ്ലീറ്റ് ഹോം വർക്കൗട്ട് പ്ലാനാണ്. വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു രീതിയാണ് പുഷ് പുൾ ലെഗ്സ് വർക്കൗട്ട്. എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിൽ ചില മസിലുകൾ നമ്മൾ തള്ളാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ചെസ്റ്റ് മസിലുകൾ. ഇത് പുഷ് മസിലാണ്. എന്തെങ്കിലും തള്ളുമ്പോൾ നമ്മൾ ഈ മസിലാണ് ഉപയോഗിക്കുന്നത്. ഷോൾഡർ മസിലുകൾ. ഇതും പുഷ് മസിലാണ്. ട്രൈസെപ്സ് മസിലുകൾ. ഇതും തള്ളാൻ സഹായിക്കുന്ന മസിലാണ്. ഈ 3 മസിലുകളെയും ഒരുമിച്ചൊരു ദിവസം ട്രെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ചില മസിലുകൾ നമ്മൾ വലിക്കാൻ ഉപയോഗിക്കുന്നു. അവ ഏതാണെന്ന് നോക്കാം. ബാക്ക് മസിലുകൾ. എന്തെങ്കിലും വലിക്കുമ്പോൾ നമ്മൾ പുറത്തെ മസിലാണ് ഉപയോഗിക്കുന്നത്. ബൈസെപ്സ് മസിലുകൾ. ഇതെന്തെങ്കിലും ഉയർത്താനും വലിക്കാനും സഹായിക്കുന്നു. പുറകിലെ ഷോൾഡർ മസിൽ. ഇതും വലിക്കാൻ ഉപയോഗിക്കുന്ന മസിലാണ്. ഇവയെല്ലാം പുൾ മസിലുകളാണ്. പിന്നെ അവസാനം നമ്മുടെ ലെഗ് മസിലുകളും ആബ്സ് മസിലുകളുമുണ്ട്. ഇവയെല്ലാം ഓരോ ദിവസമായി ചെയ്താൽ മികച്ച ഫലം ലഭിക്കും. ദിവസം 1. ഇന്ന് നമ്മൾ തള്ളാൻ സഹായിക്കുന്ന മസിലുകളാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ചെസ്റ്റ് വർക്കൗട്ട്. നോർമൽ പുഷപ്പ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒന്നാണല്ലോ. ഒരു സെറ്റിൽ ഒരു 12 പുഷപ്പ് എങ്കിലും ചെയ്യാൻ നോക്കണം. ഇൻക്ലൈൻ പുഷപ്പ്. കൈകൾ ഒരു ഹൈറ്റിൽ വെച്ച് ചെയ്യുന്നതാണിത്. ഒരു ബെഞ്ചോ കസേരയോ ഒക്കെ ഉപയോഗിക്കാം. ഇതും 12 എണ്ണം തന്നെ ചെയ്യണം. ഡിക്ലൈൻ പുഷപ്പ്. കാലുകൾ ഒരു ഹൈറ്റിൽ വെച്ച് ചെയ്യുന്ന പുഷപ്പ്. കസേരയിലോ സ്റ്റെപ്പിലോ ഒക്കെ കാൽ വെച്ച് ചെയ്യാം. 12 റെപ്സ് ഇതിലും ചെയ്യണം. ഷോൾഡർ വർക്കൗട്ട്. പൈക്ക് പുഷപ്പ്. ഇത് ഷോൾഡറുകൾക്ക് നല്ല വീതി നൽകാനും മസിലുകൾ ബലപ്പെടുത്താനും സഹായിക്കും. സൂഡോ പ്ലാങ്ക് പുഷപ്പ്. പുഷപ്പ് പൊസിഷനിൽ നിന്നുകൊണ്ട് ശരീരം അല്പം മുന്നോട്ടാഞ്ഞു ചെയ്യുക. ഇത് തുടക്കത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1-2 എണ്ണം ചെയ്താൽ മതി. ട്രൈസെപ്സ് വർക്കൗട്ട്. ഡയമണ്ട് പുഷപ്പ്. കൈകൾ അടുത്തടുത്ത് വെച്ച് ഡയമണ്ട് ഷേപ്പിൽ പിടിച്ച് പുഷപ്പ് ചെയ്യുക. കുറഞ്ഞത് 5 പരമാവധി 12 എണ്ണം ചെയ്യാം. ട്രൈസെപ്സ് ഡിപ്സ്. കസേരയോ ബെഞ്ചോ ഉപയോഗിച്ച് കുറഞ്ഞത് 5 പരമാവധി 12 എണ്ണം ചെയ്യാം. ദിവസം 2. ഇനി നമ്മുടെ പുറത്തെയും ബൈസെപ്സിലെയും മസിലുകളാണ് ട്രെയിൻ ചെയ്യേണ്ടത്. ബാക്ക് വർക്കൗട്ട്. പുള്ളപ്സ്. ബാരിനെയോ മറ്റോ പിടിച്ച് പുള്ളപ്സ് ചെയ്യുക. പുൾ ഡ്രോപ്പ്. കയർ ഉപയോഗിച്ചുള്ള ഈ വ്യായാമം ചെയ്യാൻ കയറിന്റെ അറ്റത്ത് പിടിക്കാൻ എളുപ്പമുള്ള ഒരു സാധനം കെട്ടുക. എന്നിട്ട് ശരീരം പിന്നോട്ടാക്കി കയർ വലിക്കുക. ഇത് നമ്മുടെ പുറത്തെ മസിലിനും തോളിന്റെ പിന്നിലെ ഭാഗത്തിനും നല്ല എഫക്റ്റീവായ ഒരു എക്സസൈസ് ആണ്. 12 തവണയെങ്കിലും ചെയ്യണം കേട്ടോ. ബൈസെപ്സ് വർക്കൗട്ട്. ചിന്നപ്സ്. പുള്ളപ്സിൽ നിന്ന് വ്യത്യസ്തമായി കൈകൾ അല്പം അടുപ്പിച്ചു പിടിക്കുക. ഒരു സെറ്റിൽ 5 മുതൽ 12 വരെ ചിന്നപ്സ് ചെയ്യാൻ ശ്രമിക്കുക. ബൈസെപ്സ് കേൾ. വീട്ടിൽ ഡംബിൾസ് ഇല്ലെങ്കിൽ ഒരു ബാഗിൽ പുസ്തകങ്ങളോ വെള്ളക്കുപ്പികളോ വെച്ച് അത് വെച്ച് ചെയ്യാം. 12 റെപ്സ് നിർബന്ധമായും ചെയ്യണം. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയിരുന്നു. വെറുതെ വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? ഒരിക്കലുമല്ല. നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളും ആഹാരവും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഡയറ്റിൽ പലപ്പോഴും ആവശ്യത്തിന് വിറ്റാമിനുകളും മിനറൽസും പോലുള്ള മൈക്രോ ന്യൂട്രിയൻസ് കുറവായിരിക്കും. ശരീരത്തിൽ വിറ്റാമിനുകളുടെയും മിനറൽസിന്റെയും കുറവുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്താലും മസിലുകൾ ശരിയായി വളരില്ല, അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ പൊട്ടൻഷ്യലിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് വർക്കൗട്ടിനൊപ്പം നല്ലൊരു ഡയറ്റും നിർബന്ധമാണ്. മസിലുകൾ വളരാൻ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് നോക്കാം. നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ, മീന്, മുട്ട എന്നിവയൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയതാണ്. വെജിറ്റേറിയൻസിനും വീഗൻസിനും സോയാ ചങ്ക്സ്, കടല, ചെറുപയർ, പരിപ്പ്, പനീർ എന്നിവയൊക്കെ നല്ല പ്രോട്ടീൻ സ്രോതസ്സുകളാണ്. ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിന് പൂർണ്ണമായ ഫലം ലഭിക്കൂ. പിന്നെ പ്രോട്ടീൻ മാത്രമല്ല, വിറ്റാമിൻ എ, ബി, സി, ഡി തുടങ്ങിയവയും മിനറൽസായ സിങ്ക്, അയൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ശരീരത്തിന് നിർബന്ധമാണ്. ഇവയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഇവയുടെ കുറവ് വന്നാൽ ക്ഷീണവും മസിൽ വേദനയുമൊക്കെ ഉണ്ടാവാം. വർക്കൗട്ട് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാകും. ഈ വിറ്റാമിനുകളും മിനറൽസും കിട്ടാൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കണം. ഏറ്റവും അവസാനം, പക്ഷേ ഒട്ടും പ്രാധാന്യം കുറയാത്ത ഒരു കാര്യമുണ്ട്: വെള്ളം. നന്നായി വെള്ളം കുടിക്കുന്നത് മസിൽ വളർച്ചയ്ക്കും വ്യായാമശേഷമുള്ള മസിലുകളുടെ വീണ്ടെടുപ്പിനും ശരീരത്തിന്റെ മൊത്തമുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുറപ്പുവരുത്തുക. പോഷകാഹാരത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും ഈ മാറ്റങ്ങൾ വെറുതെ അറിവുണ്ടായതുകൊണ്ട് മാത്രം നേടാൻ പറ്റില്ല. ഇതിന് ശാരീരികമായ അറിവിനേക്കാൾ കൂടുതൽ മാനസികവും വൈകാരികവുമായ കരുത്തും അച്ചടക്കവും ആവശ്യമാണ്. പ്രത്യേകിച്ച് ചില വിഷയങ്ങൾ നമ്മുടെ ഊർജത്തെയും ആത്മവിശ്വാസത്തെയും ശ്രദ്ധയെയും ഒക്കെ നേരിട്ട് ബാധിക്കാറുണ്ട്. അതിലൊന്നാണ് പോൺ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങൾ. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് സ്വാധീനം ചെലുത്തിയേക്കാം. അതുകൊണ്ട് ഈ വെല്ലുവിളികളെ അതിജീവിച്ച് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ്
സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. ഇത് വെറുമൊരു സാധാരണ പ്രോഗ്രാമല്ല. കഴിഞ്ഞ 6 വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും 3000-ലധികം ആളുകളെ മാറ്റിയെടുത്ത് കിട്ടിയ അറിവിൽ നിന്നുമാണ് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയത്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാമിൽ ചേരാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മാറ്റം ഇപ്പോൾ ആരംഭിക്കുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വർക്കൗട്ടുകൾക്ക് മികച്ച ഫലം ലഭിക്കുന്നത് ഉറപ്പാണ്. ദിവസം 3. കാൽ മസിലുകൾ ട്രെയിൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കാലുകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറയുകയും മസിൽ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. ലെഗ് വർക്കൗട്ട്. സ്ക്വാട്സ് ചെയ്യുക. വേണമെങ്കിൽ കയ്യിൽ ഭാരമെടുക്കാം, അല്ലെങ്കിൽ സാധാരണ സ്ക്വാട്സ് ചെയ്യാം. 15 തവണയെങ്കിലും ചെയ്യണം. കാഫ് റൈസസ്. ഒരു സ്ഥലത്ത് നേരെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ കാലിന്റെ വിരലുകളിൽ മാത്രം ബാലൻസ് ചെയ്ത് കാലിന്റെ അടിഭാഗം ഉയർത്തുക. ഇത് നമ്മുടെ കാഫ് മസിലിന് നല്ല സ്ട്രെങ്ത് കൊടുക്കും. മിനിമം 15 റെപ്സ് ചെയ്യണം. ഈ 2 വ്യായാമങ്ങളും 2 സെറ്റ് വീതം ചെയ്യുക. അതായത് 15 സ്ക്വാട്സ്, പിന്നെ 15 കാഫ് റൈസസ്, വീണ്ടും 15 സ്ക്വാട്സ്, പിന്നെയും 15 കാഫ് റൈസസ്. ആബ്സ് വർക്കൗട്ട്. പ്ലാങ്ക് പൊസിഷനിൽ നിന്നുകൊണ്ട് വയർ നല്ലപോലെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. എത്ര നേരം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുവോ അത്രയും നേരം അങ്ങനെ നിൽക്കുക. നമ്മുടെ ആബ്സ് മസിലുകൾക്ക് ഇത് അടിപൊളി സ്ട്രെങ്ത് തരും. ബൈസിക്കിൾ ക്രഞ്ച്. ഇത് നിങ്ങളുടെ ആബ്സ് മസിലുകൾക്ക് നല്ല വ്യായാമം നൽകും. 4-ാം ദിവസം വിശ്രമിക്കാനുള്ള ദിവസമാണ്. മസിലുകൾക്ക് വളരാൻ വിശ്രമം അത്യാവശ്യമാണ്. അതിനുശേഷം ആദ്യത്തെ 3 ദിവസങ്ങളിലെ വർക്കൗട്ടുകൾ ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്താൽ വീട്ടിലിരുന്നു തന്നെ നിങ്ങളുടെ എല്ലാ മസിലുകളെയും ട്രെയിൻ ചെയ്യാനും ആവശ്യത്തിന് വിശ്രമം നൽകാനും സാധിക്കും. പതിയെ പതിയെ നിങ്ങളുടെ ശരീരം കൂടുതൽ മസിലുകളുള്ളതും ശക്തവുമാകുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഈ വർക്കൗട്ട് പ്ലാൻ നിങ്ങളുടെ കൂട്ടുകാരുമായി വാട്ട്സ്ആപ്പിലും മറ്റും ഷെയർ ചെയ്യുക. ഇനിയും ഒരുപാട് വർക്കൗട്ട് വീഡിയോകൾ വരാനുണ്ട്. അതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.